അപ്പോൾ ഇന്നത്തെ വീഡിയോ മൈലാഞ്ചി ഇടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ചെറിയ മൂടിയും കോണും യൂസ് ചെയ്തിട്ട് എങ്ങനെ മൈലാഞ്ചി ഇടാൻ നോക്കി വരാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ചെറിയ ലൈൻസ് വരച്ച് കൊടുക്കുകയാണ്. ഇത് വലിയ ബോൾഡ് ആക്കാണ്ട് നമുക്ക് ഒരു അടയാളം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ലൈൻസ് വരയ്ക്കുമ്പം ഓരോ ഫിംഗറിൻ്റെയും സെൻറ്ററിൽ കൂടെ വേണം ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു മൂടി എടുത്ത് അതിൻ്റെ മേലെ ഇങ്ങനെ മൈലാഞ്ചി വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ സർക്കിളായിട്ട് കിട്ടും. അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഓരോ സ്ഥലത്തായിട്ട്. വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഞാൻ എവിടേക്കാണോ ഡോട്ട് വെച്ചത് അവിടെ തന്നെ വരയ്ക്കണം കേട്ടോ. എന്നിട്ട് ആ സർക്കിൾ കുറച്ച് ബോൾഡാക്കിയിട്ട് അത് ചുറ്റിലും വരച്ച് കൊടുക്കുക. നടുലായിട്ട് സ്വേൽസ് ഇല്ല, അതായത് ഇങ്ങനെ ചുറ്റി വരയ്ക്കുക. സെൻറ്ററിൽ ഒരു കുത്തും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാവും. ഈ കുത്തിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഇനി നമ്മൾ വരച്ച ഇതിൻ്റെ റൗണ്ടിന് മേലെ ഇങ്ങനെ ഹംസ് വരച്ച് കൊടുക്കുക. ഹംസ് വരയ്ക്കുമ്പോൾ ഉള്ള ഒരു ഈസി ടെക്നിക്സ് ആണ് 4 വരകൾ അതിൻ്റെ സൈഡിലായിട്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ഹംസ് കിട്ടും. ഇനി സിമ്പിൾ, അതിൻ്റെ ചുറ്റിലും ഡോട്ട്സ് വരച്ച് കൊടുക്കുക. ഡോട്ട്സ് വരയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, പ്രഷർ അപ്ലൈ ചെയ്തിട്ട് വേണം ഡോട്ട് നമ്മൾ വരയ്ക്കാൻ. വെർട്ടിക്കലി കോൺ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നീറ്റ് ആവും കേട്ടോ. ബിഗിനേഴ്സൊക്കെ അങ്ങനെ ചെയ്യുന്നേക്കുന്നാല്. ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട്കം. എങ്ങനെയുണ്ട്, കുറച്ചുകൂടി മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിലും കുറച്ച് ഡോട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ.